കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ നാളെ വിധി പറയുകയാണ്. കേരളത്തെ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഞെട്ടിച്ച സംഭവമാണ്. ചെന്താമര എന്ന കൊടും ക്രൂരന്റെ എന്ത് ശിക്ഷ കിട്ടുമെന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഈ മാസം നാളെ വിധി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും കേരളം കാത്തിരിക്കുന്നതും ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ എന്ന കാര്യമാണ്. 3 കൊലപാതകങ്ങളാണ് ചെന്താമര നടത്തിയത്. ആദ്യ കൊലപാതകത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി വന്ന് വീണ്ടും ഇരട്ട കൊലപാതകം. ഈ കൊലപാതകങ്ങൾ ഒരു നാടിനെ ഒപ്പാടെ ഞെട്ടിച്ചു. ചെന്താമര എന്ന കൊടും ക്രിമിനൽ ഒരു നാടിന് എത്ര വലിയ ഭീതി പടർത്തി എന്നത് നമ്മൾ കണ്ടതാണ്. കൊല നടത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ പിന്നീട് പിടികൂടിയ അന്നത്തെ ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാടിനുള്ളിൽ ഒളിച്ചിരുന്ന് ചെന്താമരയെ പിന്നീട് പിടികൂടുകയായിരുന്നു. അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ അതിൻ്റെ പേരിൽ നടത്തിയ ഈ കൊലപാതകമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ കൊടും ക്രൂരതയായി മാറിയത്. ഒരു കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കിയ കൊലപാതകമാണ്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. അന്തിമവാദം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. അയൽവാസിയായ ചെന്താമരയാണ് കേസിലെ ഏകപ്രതി. ആകെ 82 സാക്ഷികളെയാണ് വിചാരണാവേളയിൽ കോടതി അന്ന് വിസ്തരിച്ചത്. ഇതിൽ പ്രതിയുടെ ചില ബന്ധുക്കൾ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഒരു പ്രദേശം ഒന്നാകെ ചെന്താമരയ്ക്കെതിരെയായിരുന്നെങ്കിൽ കൂടിയും അവസാന ഘട്ടത്തിൽ പ്രതിയുടെ ചില ബന്ധുക്കളൊക്കെ അന്ന് മൊഴി മാറ്റി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇത് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ ചെന്താമര തൻ്റെ ഭാര്യ തന്നിൽ നിന്നും തെറ്റി അകലാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവുമാണ്, സുധാകരനും സജിതയും അടങ്ങുന്ന കുടുംബമാണ് എന്ന തെറ്റിദ്ധാരണ പുലർത്തുന്നു. അതൊരു അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ പറഞ്ഞു കൊടുത്തു എന്നതാണ് അന്നുണ്ടായ ആക്ഷേപം. ഒടുവിൽ അതിൻ്റെ പേരിൽ സുജാതയെ കൊലപ്പെടുത്തുന്നു, ഒളിവിൽ പോകുന്നു. പിന്നീട് തിരികെ ജാമ്യത്തിലിറങ്ങി വന്നാണ് ഇരട്ട കൊലപാതകം. സുധാകരനെയും ഭാര്യ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നു. ഒടുവിൽ ഈ രണ്ടാമത്തെ കേസിൽ പിടിയിലിരിക്കെ ഇരട്ട ജീവപര്യന്തം ആദ്യ കേസിൽ വിധി പറയുന്നുണ്ട്. അന്ന് അതിസാഹസികമായിട്ടാണ് രണ്ടാമത്തെ കേസിൽ കൊലയ്ക്ക് ശേഷം ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. എന്താണ് ഈ കേസിൻ്റെ നാൾവഴി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്താമര കേസിൽ നാളെ വിധി പറയുമ്പോൾ കേരളം കാത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഏറ്റവും കൊടും ക്രിമിനലായ ചെന്താമരയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ഉണ്ടാവണം, വധശിക്ഷ തന്നെ ഉണ്ടാവണം എന്നതാണ് വരും. സുധാകരൻ്റെയും സജിതയുടെയും 2 പെൺമക്കൾ അവരുടെ അന്ന് ഈ കൊടും ക്രിമിനലിന് മികച്ച ശിക്ഷ നൽകണമെന്ന അവരുടെ വാദമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ക്രൂരതയുടെ മുഖമായ ചെന്താമരയ്ക്ക് ഈ സമൂഹം എന്ത് ശിക്ഷ നൽകും, കോടതി നിയമം എന്ത് ശിക്ഷ നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ കേസിൻ്റെ നാൾ വഴികളിലേക്ക് ഒന്ന് പോകാം. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ ചെന്താമരയെ കാത്തിരിക്കുന്ന വിധി എന്ന കാര്യം. ചെന്താമര കേസിൻ്റെ നാൾ വഴി ഇതാണ്. നാടിനെ നടുക്കിയ 3 കൊലപാതകങ്ങളാണ് നടത്തിയത്. ആദ്യ കൊലപാതകം സജിതയെ വെട്ടിക്കൊല്ലുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി വന്ന് 2 പേരെയും, സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുന്നു. കേരളം പലവട്ടം അത് ചർച്ച ചെയ്തതാണ്. പിന്നീട് സംബന്ധിച്ച ഈ കേസിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഭാര്യ അകന്നതിന് പിന്നിൽ അയൽവാസി സജിത എന്ന സംശയത്തിലായിരുന്നു ആദ്യ കൊല നടക്കുന്നത്. ഭാര്യയുമായുള്ള ബന്ധത്തിൽ മോശമുണ്ടായി ഭാര്യ അകന്ന് പിരിഞ്ഞു പോയതിന് കാരണം അയൽവാസി സജിതയാണ് അതിന് പിന്നിൽ എന്ന് കരുതുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ വന്ന് സജിതയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അന്ന് അന്ധവിശ്വാസം കാരണം 2019 ഓഗസ്റ്റ് 31 സജിതയെ വെട്ടിക്കൊല്ലുന്നത്. 2019 ഓഗസ്റ്റ് 31 ഈ കൊല നടക്കുന്നത്. പിന്നീട് നെല്ലിയാമ്പതിക്കാട്ടിൽ ഈ ചെന്താമര ഒളിവിൽ പോകുന്നു. പിന്നീട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വിചാരണയ്ക്കൊടുവിൽ ഇരട്ട ജീവപര്യന്തം വിധിച്ചു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെന്താമരയുടെ ഒരു പ്രകൃതം എന്താണെന്ന് നാട്ടുകാർക്കറിയാം. കൊടും ക്രിമിനലാണ്, പക ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ്. ഇയാൾ വീണ്ടും വന്ന് കുടുംബത്തെ വകവരുത്തും എന്ന ഭയമുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ അയാൾ വെല്ലുവിളിച്ചാണ് ജയിലിലേക്ക് പോകുന്നത്. ഒടുവിൽ അയാൾക്ക് ജാമ്യം തേടി വരുമ്പോൾ തന്നെ കുടുംബം തങ്ങൾ നേരിടുന്ന ആ ഭയപ്പാട് സാഹചര്യങ്ങൾ പോലീസിനെ ധരിപ്പിച്ചതാണ്. പക്ഷേ അവരൊരു ജാഗ്രതയും സ്വീകരിച്ചില്ല. ഒടുവിൽ സംഭവിക്കുന്നതാണ്, അങ്ങനെയാണ് രണ്ടാമത്തെ കൊലപാതകത്തിന് വഴിയൊരുക്കുന്നത്. ഒടുവിൽ ആദ്യ കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇരട്ട കൊലപാതകത്തിൻ്റെ വഴിയാണ്. പിന്നീട് നടന്ന സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും കൊലയ്ക്ക് വഴിവെച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു ചെന്താമരയുടെ നീക്കം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, ആദ്യ കേസിൽ ചെന്താമര ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. അതിനുശേഷം ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് നാട്ടിലേക്ക് വരികയാണ്. സജിത്തിന്റെ കുടുംബത്തിന് വധഭീഷണി ഉണ്ടാകുന്നു. അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച ആ കുടുംബം തങ്ങൾ നേരിടുന്ന ആശങ്ക പങ്കുവെക്കുന്നത്.
ആ കോളനി മേഖലയിലെല്ലാം ഇയാളുടെ പ്രകൃതത്തെക്കുറിച്ചും ഇയാളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പകയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചെന്താമരയുടെ ക്രൂര മനോഭാവം അറിയാവുന്ന നാട്ടുകാർ പോലീസ് അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. പിന്നീട് സംഭവിച്ചത് 2025 ജനുവരി, അതായത് കഴിഞ്ഞ വർഷം ജനുവരി 27-നാണ് സജിതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ ഇവർ ഇരട്ട കൊലപാതകം നടത്തുന്നത്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് വെട്ടിക്കൊലപ്പെടുത്തി എന്നത്. പിന്നീട് സംഭവിച്ചത് ചെന്താമരയാണ് ഈ കൊല ചെയ്തതെന്ന് തിരിച്ചറിയുന്നു. ആദ്യം ഇത് നെന്മാറയിലെ ഒരു പ്രാദേശിക മേഖലയിൽ നടന്ന കൊലപാതകം എന്നതാണ്. പക്ഷേ പിന്നീടാണ് കേരളം ഈ വാർത്തയുടെ ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തിയിലേക്ക് കിടക്കുന്നത്. കാരണം ചെന്താമര എന്ന കൊടും ക്രിമിനൽ, ആ കൊടും ക്രിമിനലിൻ്റെ ഭീഷണി ഉണ്ടായിരുന്ന ആ കുടുംബം അത് പോലീസിനെ അറിയിച്ചിട്ടും ജാഗ്രത കാട്ടിയില്ല എന്ന കാര്യമൊക്കെ അറിയുന്നു. ഒടുവിൽ ആ ക്രിമിനൽ നടപടികൾക്ക് ശേഷം, ആ വെട്ടിക്കൊന്നതിന് ശേഷം ഒളിവിൽ 36 മണിക്കൂർ ഒളിവ് ജീവിതമായിരുന്നു. കാടും നാടും അരിച്ചു പറക്കി പോലീസ്. പക്ഷേ ചെന്താമരയെ കിട്ടിയില്ല. ഒടുവിൽ ചെന്താമരയെ പോലീസ് തപ്പിയെടുത്തു. 36 മണിക്കൂറിനുള്ളിൽ തപ്പിയെടുക്കുന്നു. അങ്ങനെ പിന്നീട് വിചാരണ വേളയിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ ഹാജരാക്കുമ്പോൾ നാടുകൾ ഇങ്ങനെ ഒന്നിച്ചെത്തി വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ചെന്താമരയെ വിട്ടുതരാൻ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നാട്ടുകാർ പറയുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് നമ്മൾ വലിയ ചർച്ച ചെയ്തതാണ്. ഒടുവിൽ പ്രോസിക്യൂഷൻ ഇനി പ്രതീക്ഷിക്കുന്നത് വധശിക്ഷയാണ്. കാരണം വധശിക്ഷയിൽ കുറഞ്ഞൊന്നും ചെന്താമരയ്ക്ക് നൽകരുത്. ആദ്യം കേസിൽ ഇരട്ട ജീവപര്യന്തമുണ്ട്. അതിന് പിന്നാലെയാണ് ഏറ്റവും ബ്രൂട്ടലായ 2 കൊലപാതകങ്ങൾ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.